അല്ല, ഈ കോടതി ഫൈൻഡ് ചെയ്ത എല്ലാ വകുപ്പുകളിലും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടായോ. അപ്പോൾ പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യം ഇത് എൻഹാൻസ് പണിഷ്മെന്റ് കൊടുക്കണമെന്നായിരുന്നു. കോടതി അതിൽ നിന്നും അതിന്റെ റീസൺസ് എനിക്ക് ഇപ്പൊ ഓർഡർ കിട്ടിയതാണ്, ഞാൻ വായിച്ചു നോക്കിയില്ല എന്തുകൊണ്ടാണ് നമ്മളെ പ്രോസിക്യൂഷന്റെ. എങ്ങനെയാണ് ഈ ശിക്ഷയുടെ, എങ്ങനെയാണ് ഇതിന്റെ ഒരു വിശദീകരണം, എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി പോയല്ലോ? അല്ല, കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് അനുഭവിച്ചാൽ. അതെ അതെ അതെ. മേൽക്കോടതിയിലേക്ക് കൊടുക്കാനുള്ള പ്രത്യേക സാഹചര്യം ഇല്ലെന്നായിരുന്നു കോടതി നിരീക്ഷിച്ച് പറഞ്ഞത്. അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻഡിംഗ് എത്തിയെന്നുള്ളത് ഓർഡർ വായിച്ചു നോക്കിയാലേ അറിയാം. എനിക്ക് ഓർഡറിന്റെ കോപ്പി കിട്ടിയാലേ വായിച്ചു നോക്കിയാലേ പറയാൻ പറ്റും. അതെ അതെ. ഇല്ല 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 ഇല്ല, അതൊന്നും ആവശ്യമില്ല. പ്രോസിക്യൂഷന് ഇല്ല. ഇതിന്റെ മാക്സിമം ഇനി അടുത്ത പ്രതികൾക്കാണ് ഇതിന്റെ മുകളിൽ അപ്പീൽ പോകേണ്ടത്. പ്രതികൾക്ക് മേൽക്കോടതിയിൽ നിന്ന് 1 മാസത്തേക്ക്, അവർ ഇന്ന് കൊടുത്ത ശിക്ഷയിൽ 1 മാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അവർ സ്റ്റേ മേടിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ റിമാൻഡ് ജയിലിലേക്ക് പോകും. 409 ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റങ്ങളും 2 പ്രതികൾക്കും ശിക്ഷയുണ്ട്. ഉണ്ട്. അതെ അതെ അതെ, ഒരേ ശിക്ഷയാണ്. 409-ന് 1-ാം പ്രതിക്ക് മാത്രമേ ശിക്ഷയുള്ളൂ. ബാക്കി 2 പ്രതികൾക്കും എല്ലാ കുറ്റങ്ങളും ബാധകമാണ്. അതെ അതെ, ബാധകമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ഒന്നായിരുന്നു 409. അതെ, അതുകൊണ്ട് അത് മേൽക്കോടതിക്ക് റെഫർ ചെയ്യണമെന്നായിരുന്നു ഇവിടെ ആവശ്യം. അതെ അതെ, ആ ആവശ്യം കോടതി നിലവിൽ പരിഗണിച്ചിട്ടില്ല. അതെ അതെ. അത് എന്തുകൊണ്ട് കോടതി പരിഗണിച്ചില്ല എന്നുള്ളത് എനിക്ക് കയ്യിൽ ഓർഡർ കിട്ടിയതേ ഉള്ളൂ. ഓർഡർ വായിച്ചു നോക്കിയാലേ അത് എന്തുകൊണ്ടാണ് പരിഗണിക്കാതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ കയ്യിൽ ഇപ്പം കോപ്പി കിട്ടിയതേ ഉള്ളൂ. അത് വായിച്ചു നോക്കാം. 1-ാം പ്രതിക്ക് മാത്രമാണ് 400. അതെ അതെ അതെ. അല്ല, അതെ, അത് എന്താണ് അങ്ങനെയാണെന്നുള്ളത് വായിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതെ, 84 പേജുള്ള ഒരു ജഡ്ജ്മെന്റാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരുന്നാലും വിശദമായിട്ട് വായിച്ചു നോക്കിയാലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൊടുത്ത അപേക്ഷ പരിഗണിക്കാത്തത് എന്തെന്നുള്ളത് വായിച്ചു നോക്കിയിട്ട് പറയാം. 3 പ്രതികൾക്കും 2 പ്രതികൾക്കും 3 വർഷം താഴെ ശിക്ഷ ഉള്ളതുകൊണ്ട് അവർക്ക് ഇന്ന് തന്നെ അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. അത് 1 മാസത്തേക്ക് അവർക്ക് ബെയിൽ അനുവദിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ മേൽക്കോടതി അവർ സമീപിച്ച് അതിന്റെ സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ കോടതി അറിയിക്കേണ്ടതാണ്. 3 കൊല്ലം അത് അപ്പീൽ പോകാൻ 1 മാസം സമയം അവർ അനുവദിച്ചിട്ടുണ്ട്. മറ്റ് ജാമ്യ വ്യവസ്ഥകൾ എന്തെങ്കിലും? ഇല്ല ഇല്ല, അത് ഞാൻ നോക്കിയിട്ടില്ല. അല്ല, സെക്ഷനുകൾ ഇപ്പോൾ ഇതിൽ 120B-ക്ക് 6 മാസം, അത് ചീറ്റിംഗ് ആണ്. അതിന് 6 മാസം. പിന്നെ 201-ന് 2 പ്രതികൾക്ക് 3 കൊല്ലവും 10,000 രൂപയും. 193-ക്ക് 3 years, 465-ന് 2 കൊല്ലം. പിന്നെ 409-ന് ജോസിന് 20 ക്ലർക്കിന് മാത്രം 1 കൊല്ലവും 5,000 രൂപയും ആണ് ഇപ്പം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതെ അതെ അതെ, അത് തെളിവ് നശിപ്പിക്കും.